ഹേ എവ്രി വൺ, അപ്പോൾ ഇന്നൊരു ഹോളിഡേ ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് മമ്മനോട് പറഞ്ഞു മക്രോണി മതി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മമ്മ ഓക്കെ പറഞ്ഞു മക്രോണി ഉണ്ടാക്കി തന്നു. പിന്നെ രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചെയ്യുന്നത് മുടി വാരുകയാണ്. ഹോളിഡേ ടൈമിലും അതുപോലെ തന്നെ സ്കൂളിലെങ്കിലും ഹോളിഡേ ടൈമിലും സ്കൂളിൽ ഉള്ള ടൈമിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ അധികം ഹോളിഡേ ആകുമ്പോൾ ഇതുപോലെ ക്രാബ് ഇട്ട് കിട്ടലാണ് ചെയ്യാറ്. പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നാണ്. ഈ ടു ഡു ലിസ്റ്റ് ഞാൻ എന്നും ഉണ്ടാക്കും എന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇതേപോലെ ഹോളിഡേയ്സിനൊക്കെ ഒരു കോസി പ്രൊഡക്റ്റീവൊക്കെ ആവാൻ എന്നെ ടു ഡു ലിസ്റ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹോളിഡേ ടൈമിൽ മാത്രം. പിന്നെ പഠിക്കാനിരിക്കുമ്പോഴും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ് ടു ഡു ലിസ്റ്റിൽ ഒന്നാണ് മോർണിംഗ് ജേർണൽ. ഞാനൊരു ബ്ലൂ തീമിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബ്ലൂ മറ്റേ പേപ്പേഴ്സും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഒരു ജേർണലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജേർണൽ എന്ന് പറയുന്നത് രസമില്ലെങ്കിലും രസമുണ്ടെങ്കിലും ഒരു ജേർണലാണ്. ജേർണലിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ബുക്ക് നല്ല ക്വാളിറ്റിയാണ്. 5 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ ഫ്രണ്ട് വൈറ്റ് ആക്കിയത് ഞാൻ തന്നെയാണ്. ഞാൻ പേപ്പർ കൊണ്ട് ഒട്ടിച്ചതാണ്. നെക്സ്റ്റ് മോർണിംഗ് സ്കിൻ കെയർ ആണ്. മോർണിംഗ് സ്കിൻ കെയറിന് ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എന്നോ എടുത്ത് വെച്ചൊരു ക്രോഷേ ട്രെൻഡായിട്ടുള്ള ടൈമിൽ മേടിച്ചതാണ്. പിന്നെ ഇത് തൊട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം, എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ ആ പ്രൊജക്റ്റ് ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. ലവിന് പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലഞ്ചും തിന്നു. പിന്നെ കുളിച്ചു. കോസി ആവാൻ വേണ്ടി ബെഡിലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോംവർക്ക് ബുക്ക് നോക്കിയപ്പോഴാണ് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാനും അങ്ങനെ കളർഫുള്ളായിട്ടുള്ള. ഫൈനലി ഞാൻ ഇതാണ് വരച്ചിട്ടുള്ളത്. അത്രയ്ക്ക് കളർഫുള്ളായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കോസി വേണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ ഭയങ്കര കോസിയിലൊക്കെ ഒന്ന് നോക്കിയതാണ്. മക്രോണിയും പിന്നെ കൂടെ 7-Up കൂടിയൊക്കെ ഒന്ന് നോക്കി. കുറച്ച് നേരം ഫോണിലൊക്കെ വാട്സപ്പ് എടുത്തു. പിന്നെ ഓർഡർ ചെയ്യാൻ മീഷോയൊക്കെ എടുത്ത് ഒരു സാധനം ഞാൻ കാർട്ടിൽ വെച്ചിട്ടുണ്ട്. സാധനം ടു ഡു ലിസ്റ്റിൻ്റെ ഒരു സാധനമാണ്. മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിച്ചു തരാമെന്ന്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് എടുത്ത് എൻ്റെ ചാനലിൽ ഞാനൊന്ന് അടിച്ചു നോക്കിയാണ് കിട്ടി. പിന്നെ കുറച്ച് നേരം അനിമി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഗെയിമും കളിച്ചു. അപ്പോഴത്തേനും ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ കിട്ടിയ ടിക്കൊക്കെ ഊരി ക്രാബൊക്കെ കുത്തി ഇങ്ങനെ ഗാർഡനിലോട്ട് പോവുമായിരുന്നു. ഗാർഡനിൽ ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചില ട്രീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണി ആ ഒരു ടൈമിൽ ഞാൻ പഠിക്കാനിരിക്കുമ്പോഴേക്ക് ഈ ടിക്ക് കൊത്തുന്നത് ഇഷ്ടമല്ല. എനിക്ക് BS ആയിരുന്നു എക്സാം. നാളെ സ്കൂളില്ല, മറ്റന്നാളാണ് എക്സാം. BS ആണ് ഫൈനൽ എക്സാം. അങ്ങനെ കുറേ നേരം പഠിച്ചു. ഇനി എനിക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള 2 പോർഷനാണ്. ആ 2 പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അർജൻറ്റീനൻ്റെ ഫാൻസൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അർജൻറ്റീനൻ്റെ കളിയാവാൻ. കുറച്ച് നേരം ഇതുപോലെ TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഇതുപോലെ കോസി വ്ളോഗൊക്കെ ഞാൻ TV യിൽ കാണാറ്. എനിക്ക് അങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എൻ്റെ ചാനലിൽ ഇടാറ്. പിന്നെ എന്നെ തന്നെ ഞാൻ എടുത്തു. ദിസ് ഈസ് മൈ ബ്രദർ. ആളും അർജൻറ്റീനയുടെ കുപ്പായിട്ട് ഉറങ്ങിയിരിക്കുകയാണ്. അർജൻറ്റീന കളിയായപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഇതിലാണ് കണ്ടത്. പക്ഷേ ഉറങ്ങി.